മോളെ മോളെ അമ്മ പറഞ്ഞല്ലേ അവരെയൊക്കെ സൂക്ഷിക്കണമെന്ന്. എന്നിട്ട് എന്താ കേൾക്കാഞ്ഞേ? മോളെ അമ്മയുടെ ദൂരേക്കെങ്കിലും പോയല്ലോ. അമ്മയ്ക്ക് പേടിയോ? മോളമ്മയുടെ അടുത്ത് തന്നെ ഇരുന്നോ? മോളെ പോയല്ലേ? മോളെ മോളെവിടെ ഇരിക്കുക? മോളെ പോയല്ലോ. എന്താ അടുത്ത്? ഏയ് ഒന്നുമില്ല, ഉറങ്ങണമെന്ന് ഞാൻ നോക്കിയതാ. ഞാൻ ഉറക്കത്തിൽ വല്ലതും വിളിച്ചു പറഞ്ഞോ? ഒച്ച ഉണ്ടാക്കിയോ? ഏയ് ഇല്ല, അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. എന്റെ സമാധാനത്തിന് ഞാൻ വന്ന് നോക്കിയതാ. കിടന്നോളൂ. നല്ല ക്ഷീണമുണ്ട്, ഞാനൊന്ന് ഉറങ്ങട്ടെ. ഭഗവാനെ, എനിക്ക് എന്താ എൻ്റെ മനസ്സിനെ നിയന്ത്രിക്കാൻ പറ്റാത്ത? എൻ്റെ മനസ്സെന്താ പിടിവിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്? പത്മിനി അമ്മയ്ക്ക് കൊടുത്ത വാക്ക് പാലിക്കണം. പക്ഷെ വരുണിനെ എനിക്ക് വെറുക്കാനും പറ്റില്ല. ഞാൻ എന്താ ചെയ്യേണ്ടത്? ഭഗവാനെ, ഇവൾക്കുള്ളിൽ നിറയെ വരുണിനോടുള്ള സ്നേഹമാ. അതൊന്ന് തുറന്നു പറയാൻ ഇവൾക്ക് കഴിയണേ. അവരെ എന്നേക്കുമായി ഒന്നിച്ചു ചേർക്കണേ. ഏറ്റവും വലിയ നീതിമാന്റെ മുമ്പിലാ മോള് നിൽക്കുന്നത്. ഭഗവാന്റെ മുമ്പിൽ മോള് മനസ്സുരുക്കി പ്രാർത്ഥിച്ചില്ലേ? ഭഗവാൻ നിന്റെ മനസ്സിൽ തെളിയിച്ചു തരുന്ന ചിത്രം എന്താണോ അതാണ് ശരി.
ഭഗവാന്റെ ഏറ്റവും പ്രിയപ്പെട്ട ആളല്ലേ നീ. എന്റെ സംശയത്തിനൊരു മറുപടി പറഞ്ഞു തരുമോ? ഞാൻ എന്റെ ഇഷ്ടം മരനോട് പറയണോ? പറയേ. എന്താ മോളെ? ചേച്ചി എനിക്ക് അതും കൂടി വേണം. ചേച്ചി അതും കൂടി. എന്താ മോക്ക് സന്തോഷില്ല? ചേച്ചിക്ക് എന്ത് കിട്ടിയാലും അത് എനിക്ക് തരോ? തരും. എന്നെ ഒരിക്കലും കരയിപ്പിക്കില്ലല്ലോ? ഇല്ല, മോളെ ചേച്ചി ഒരിക്കലും കരയിപ്പിക്കില്ല. മോളുടെ സന്തോഷം കഴിഞ്ഞിട്ടേ ചേച്ചിക്ക് എന്തോ ഉള്ളൂ. സത്യം? സത്യം. എന്നാ കൃഷ്ണന്റെ പേരില് സത്യം ചേച്ചി. അതെന്തിനാ? ചേച്ചിയെ മോൾക്ക് വിശ്വാസം ഇല്ലേ? സത്യം ചെയ്യേ. കൃഷ്ണ ഭഗവാനാണ് സത്യം. ചേച്ചിക്ക് എന്ത് കിട്ടിയാലും അതെന്റെ പ്രിയങ്ക മോൾക്കുള്ളതാ. മോളെ, പ്രിയങ്ക മോളെ. അവളുടെ സന്തോഷത്തിനായിട്ട് ഞാനെല്ലാം വിട്ടുകൊടുക്കണം. അച്ഛനമ്മ എനിക്ക് തന്ന സൗഭാഗ്യങ്ങൾക്ക് അതാ പകരം കൊടുക്കേണ്ടത്. എനിക്കൊന്നും വേണ്ട, എല്ലാം അവൾക്ക്. എന്താടാ? ഒന്നുമില്ല മുത്തശ്ശി. എവിടേക്കെങ്കിലും ഒന്ന് പോയാലോ എന്നുള്ള ആലോചന വീണ്ടും. ഇപ്പൊ ഞാൻ കാരണം അയാൾക്ക് സ്വസ്ഥതയില്ലാതായി. സ്വസ്ഥതയില്ലാണ്ടാവും. നിനക്ക് സ്വസ്ഥതയില്ലാണ്ടായത് എങ്ങനെയാ? അവളോടുള്ള പ്രേമം കൊണ്ടല്ലേ? അത് തന്നെയാ അവളുടെ അവസ്ഥ. നിന്നോടുള്ള പ്രണയം കൊണ്ട് അവൾക്കും സ്വസ്ഥതയില്ലാണ്ടായി. ഒന്നും മിണ്ടായിരുന്നു മുത്തശ്ശി. അയാൾക്ക് എന്നോട് അങ്ങനെയൊന്നുമില്ല. ഇങ്ങനെ നീ പറയും. ില്ല ഒരു നല്ല പെണ്ണ് ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. അങ്ങനെ ഒരു സാഹചര്യം നീ അവക്ക് ഉണ്ടാക്കി കൊടുത്തു നോക്ക്. അവള് പറയും നിനക്ക് വേണ്ടിയാ അവള് ജീവിക്കുന്നതെന്ന്. മനസ്സിലായോ? നിന്റെ ആഗ്രഹങ്ങളെക്കാൾ അവളുടെ അവസ്ഥകളെ ബഹുമാനിക്കാൻ പഠിക്കണം. ശരി മുത്തശ്ശി. രാധിക, എന്താ?
ഇപ്പൊ ഇവിടെ ആരുമില്ല. തനിക്ക് എന്നോട് ധൈര്യമായിട്ട് സംസാരിക്കാം. എന്ത് സംസാരിക്കാനാ? നമ്മൾ തമ്മിൽ അങ്ങനെ സംസാരിക്കാൻ ആവശ്യമൊന്നുമില്ല. സംസാരിക്കാനുണ്ട്. വരുൺ, വിട്. ഞാൻ വിടില്ല. എന്റെ ചോദ്യങ്ങൾക്ക് കൃത്യമായി മറുപടി പറയാതെ തന്നെ ഞാൻ വിടില്ല. വരുൺ, വിട്. വിടാനല്ലേ പറഞ്ഞത്? തന്നെ കൊണ്ട് എവിടെ വെച്ച സത്യങ്ങൾ പറയിപ്പിക്കേണ്ടെന്ന് എനിക്കറിയാം. വാ. വരുൺ, വിട്. ആരെങ്കിലും കാണും. ആരും കാണാത്തൊരിടത്തേക്കാ തന്നെ ഞാൻ കൊണ്ടുപോകുന്നത്. അവിടെ വെച്ച് തനിക്ക് തന്റെ മനസ്സ് തുറക്കാം. വാ. വിട്. വരാനിങ്ങോട്ട്. ഇതെന്താ ഇത്? അത് സാധിച്ചു കൊടുക്കാൻ ഈശ്വരൻ അല്പ സമയമെടുക്കും. വരുൺ, എന്തായി കാണിക്കുന്നേ? വണ്ടി നിർത്ത്, എനിക്ക് ഇറങ്ങണം. ഇല്ല രാധിക, ഇനി എത്ര ബഹളം വെച്ചാലും ഞാൻ വണ്ടി നിർത്തില്ല. ഇന്ന് എനിക്കൊരു തീരുമാനം അറിഞ്ഞേ പറ്റൂ. എന്ത് തീരുമാനം? നിങ്ങക്ക് എന്താ അറിയണ്ടേ? വരുൺ, വണ്ടി നിർത്ത്, ഇല്ലെങ്കിൽ ഞാനടുത്ത് ചാടും. തനിക്ക് അതിനൊന്നും പറ്റില്ല. ഞാൻ എവിടെ പോകുന്നു അവിടം വരെ താൻ എന്റെ കൂടെ വന്നേ പറ്റൂ. നിർത്താനല്ലേ പറഞ്ഞത്? എന്നോട് എന്തും കാണിക്കുന്ന കരുതിയിരിക്കുന്നേ? അതെ, എനിക്ക് അവകാശം ഉണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടിയാ തന്നെ ഞാൻ കൊണ്ടുപോകുന്നേ. മിണ്ടായിരിക്കും അവിടെ. അവര് കാണുന്നില്ലല്ലോ ഏട്ടത്തി. നീ സമാധാനിക്ക്. ഇതുവഴി തന്നെ അവര് പോയിരിക്കുന്നെ. ഉറപ്പായിട്ട് നമുക്ക് കണ്ടുപിടിക്കാം. എങ്ങോട്ടാ അവര് പോകുന്നേ? എങ്ങോട്ടാണെന്ന് എനിക്കറിയില്ല. പക്ഷെ പ്രിയങ്കെ, നീ ഒരു കാര്യം മനസ്സിലുറപ്പിച്ചോ. ഇത്രയും കാലത്ത് നിന്റെ സംശയത്തിന് വ്യക്തമായൊരു മറുപടിയാണ് ഇന്ന് കിട്ടാൻ പോകുന്നത്. നീ കരുതിയിരുന്നോ? വരുൺ, ഈ യാത്ര കൊണ്ടുണ്ടാവുന്ന ദുരന്തങ്ങൾ എന്തൊക്കെയായിരിക്കും? ചിലപ്പോ ഇനി ഒരിക്കലും നമ്മൾ കണ്ടില്ലെന്ന് വരെ വരും. അതെ, ഈ യാത്ര കൊണ്ട് ഒരു കുഴപ്പമുണ്ടാവില്ല. ഈ യാത്ര കൊണ്ട് കുഴപ്പമുണ്ടാവുന്നതേ മറ്റു ചിലർക്കാ, നമ്മളെ പിരിക്കാൻ പോകുന്നവർക്ക്. ഒരു കാര്യം ചെയ്യാവോ? എവിടെയെങ്കിലും ഈ കാർ ഇടിച്ചു കയറ്റി എന്നൊന്ന് കൊല്ലാമോ? ഇതിനേക്കാളും നല്ലതാ. ചെയ്യാം. ഒന്നിച്ച് ചാവണമെങ്കിൽ ഞാൻ അതിനും തയ്യാറാ. പക്ഷേ അതിനു മുമ്പ് ഒരു കാര്യം എനിക്ക് തന്നെ കൊണ്ട് പറയിപ്പിക്കാനുണ്ട്. അത് ഞാൻ എന്തായാലും പറയിപ്പിച്ചിരിക്കുന്നു. എടുത്തി, അതാ വരണ്ട വണ്ടി. ഞാൻ പറഞ്ഞില്ലേ പ്രിയങ്കെ, നമ്മൾ കണ്ടുപിടിക്കുമെന്ന്. എടുത്തി, ആ വണ്ടിയുടെ മുന്നിലേക്ക് ചെന്ന് അവരൊന്ന് തടഞ്ഞു നിർത്തിയേ. ഏയ്, അത് വേണ്ട. നമുക്ക് അവരുടെ പുറകെ പോയാൽ മതി.
അവര് തമ്മിൽ സംസാരിക്കുന്നത് നിനക്ക് കേക്കണ്ടേ? അവര് തമ്മിൽ എന്താ ബന്ധമെന്ന് നിനക്ക് തിരിച്ചറിയണ്ടേ? ഇത് നമുക്കതിന് പറ്റിയ അവസരം. ഇല്ല, വായിങ്ങോട്ട്. വരുൺ, വിട്, വരുൺ. പ്രിയങ്ക, അവരിതിനകത്തുണ്ട്. നീ ഇതുവഴി കയറിക്കോ, ഞാൻ പിന്നമ്പുറത്ത് കൂടി വരാം. അവരെ രക്ഷപ്പെടാൻ അനുവദിക്കരുത്. ചെല്ല്. വരാൻ. രാധിക, ഇത് ശ്രീകൃഷ്ണ ഭഗവാന്റെ നടയാ. താൻ ആരാധിക്കുന്ന ദൈവത്തിന്റെ നട. ഇവിടെ വെച്ച് താൻ എന്നോട് സത്യം പറയണം. താൻ എന്നെ സ്നേഹിക്കുന്നുണ്ടോ ഇല്ലയോ? പറയരാധികെ, ദേ ഭഗവാന്റെ മുമ്പിൽ താൻ കള്ളം പറയില്ല. എടോ, ഞാനും പ്രിയങ്കയും തമ്മിൽ ഒരു ബന്ധവുമില്ല. പ്രിയങ്കയെ പെണ്ണന്വേഷിച്ച് തന്റെ വീട്ടിലേക്ക് വന്നത് എന്റെ വീട്ടുകാർക്ക് പറ്റിയൊരു തെറ്റും മാത്രമാണ്, അല്ലേ? അതിനു മുമ്പ് പല സ്ഥലത്ത് വെച്ചും പല തവണയും നമ്മൾ കണ്ടിട്ടുണ്ട്. പരസ്പരം ഇഷ്ടം പങ്കുവച്ചിട്ടുണ്ട്. സത്യമല്ലേ? ആള് മാറിയാണ് എന്റെ കുടുംബം കല്യാണം ഉറപ്പിച്ചതെന്ന് എനിക്ക് അവസാന നിമിഷം വരെ അറിയില്ലായിരുന്നു. പക്ഷേ എന്നിട്ടും നമ്മുടെ പ്രണയത്തിന് സത്യമുണ്ടത് എന്നതിന് തെളിവ് പോലെ അന്ന് കതിർ മണ്ഡപത്തിലേക്ക് കയറി വന്നത് താനാ. അതും സത്യമല്ലേ? നീ എന്നെ സ്നേഹിച്ചവളല്ലേ? നീ നോക്ക്, നീ എന്റെ ഭാര്യയല്ലേ? കുടുംബത്തോടുള്ള കടപ്പാടിന്റെ പേരില് പ്രിയങ്കയും എന്നെ ഒന്നിച്ചു ചേർക്കാൻ താൻ ശ്രമിക്കുന്നുണ്ടാവാം. പക്ഷെ ഉള്ളിന്റെ ഉള്ളില് തനിക്ക് എന്നോട് പ്രണയമില്ലേ? പറയ് രാധിക. എന്നിങ്ങനെ പരീക്ഷിക്കരുത്. എന്നെ പോവാൻ സമ്മതിക്കണം. ഇല്ല, എനിക്കിനി കാത്തിരിക്കാൻ വയ്യ. ഒന്നുകിൽ ഇന്നത്തോടെ എല്ലാം അവസാനിക്കണം.